ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചായ വെക്കാനായിട്ട് നോക്കുകയാണ്. ഇന്നൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള ചായയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി ചായയാണ് നമ്മൾ കുടിക്കാനായിട്ട് പോകുന്നത്. നല്ലൊരു ഫ്ലേവറായിരിക്കും ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുത്തും ചിഞ്ചൊക്കെ പറയും കേട്ടോ, അമ്മത് ഔഷധ ചായ ഉണ്ടാക്കിയെന്ന്. അവരങ്ങനെയാണ് കേട്ടോ ഇതിനെ പറയാറ്. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് നല്ലതാണ്. ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഞ്ചി ചായ, പുതിന ചായ, പിന്നെ പനിക്കൂർക്കയിലിട്ടിട്ടുള്ള ചായ, അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഓരോന്ന് വെറൈറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കണം അല്ലേ. അപ്പോൾ ലൈറ്റായിട്ടാണ് കേട്ടോ കടുപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചായയും അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി മണികൾ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചാണ് കഴിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിൽ ഇത്ര എണ്ണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് കഴിക്കുക. അല്ലെങ്കിലും കൂടുതൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ കുറച്ചങ്ങോട്ട് എടുക്കും. പക്ഷെ അത് മുഴുവനൊന്നും കഴിക്കാനായിട്ട് പറ്റാറില്ല. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് തൊടിയിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ തൊടി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പാണ് കേട്ടോ. നമുക്ക് കുറച്ച് പറമ്പ ഉള്ളൂ. പറയുകയാണെങ്കിൽ അതൊക്കെ മുറ്റം എന്ന് തന്നെ പറയാം. അത്രയ്ക്കാണ് നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ എടുത്ത് കഴിക്കുമ്പോഴും ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏതെങ്കിലും പച്ചക്കറി ചെടിക്ക് വളം ഇടണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ, പുതുതായിട്ടുള്ള വിത്തുകൾ എന്തെങ്കിലും പാകണോ, അല്ലെങ്കിൽ മുൻപ് പാകിയത് മുളച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, അല്ല കഴിഞ്ഞ ദിവസം നമുക്ക് കാച്ചിലൊക്കെ നമ്മുടെ ഇങ്ങനെ മുളച്ച് പൊന്തിയിരുന്നല്ലോ. അപ്പോൾ ആ കാച്ചിലിനെ എടുത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുഴിച്ചിടാം. ശരിക്കും പറഞ്ഞാൽ അത് കുഴിച്ചിടാനൊക്കെ ഒരു ടൈമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രത്തോളം വള്ളി വന്നിട്ടുണ്ട്. അതിന് തുമ്പത്ത് ഇല വിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഞാനൊരു കുഴി എടുത്തിട്ട് അതിനെ അങ്ങോട്ട് കുഴിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കാച്ചിലാണെങ്കിൽ 2 നിറത്തിലുണ്ടല്ലോ. അപ്പോൾ ഇത് വെള്ളക്കാച്ചിലാണ് കേട്ടോ. ഇത് വയലറ്റ് നിറത്തിലുള്ള കാച്ചിലും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലറ്റ് നിറത്തിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിറം കണ്ടിട്ട് കുട്ടികളൊക്കെ കഴിച്ചു പോകും. പക്ഷെ നമ്മുടെ ഈ പറമ്പിൽ ഇത് തനിയെ ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ വയലറ്റ് നിറത്തിലുള്ളത് ഇല്ല, വെള്ളക്കാച്ചിലാണ് ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഇതായിട്ടുള്ള കുഞ്ഞിക്കൈക്കോട്ടൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുഴിയൊക്കെ കുത്താണ് കേട്ടോ. അപ്പോൾ കുഴിയൊക്കെ കുത്തിയിട്ട് വേണം അതൊന്ന് വെക്കാനായിട്ട്. അപ്പോൾ ആ കുഴിയിലേക്ക് കുറച്ച് ചാരമൊക്കെ ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ചാരത്തിനാണെങ്കിൽ നമുക്ക് ഒട്ടും ക്ഷാമില്ലല്ലോ. ഇവിടെ ഞാൻ ഈ ചവറിട്ട് കത്തിക്കലും പിന്നെ അടുക്കളയിലാണെങ്കിലും ഇടയ്ക്കൊക്കെ പാചകം നമ്മൾ വിറകടുപ്പിൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരമൊക്കെ ഉണ്ട്. അത് ഞാൻ സൂക്ഷിച്ചും വെക്കാറുണ്ട് കേട്ടോ. ചാരമൊക്കെ വായി കഴിഞ്ഞിട്ട് ചാക്കിലാക്കി കഴിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ മുറ്റത്ത് കത്തിച്ച ആ ചാരം കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം അവിടെ തന്നെ കിടക്കുന്ന ഒരു ചിരട്ടി എടുത്തും കഴിഞ്ഞിട്ട് നമുക്കത് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ കുഴിയിലേക്ക് നമുക്കത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചാരമൊക്കെ കുഴിയിൽ കൊണ്ടുവന്ന് ഇടുന്നതൊക്കെ 2 കണ്ണുകൾ ഇങ്ങനെ അകലിരുന്ന് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആ കണ്ണുകൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ ആരാന്ന്. അപ്പോൾ ആളിങ്ങനെ ഞാൻ കണ്ടേ, കുഴി എടുക്കുന്നത് കണ്ടേന്നും പറഞ്ഞിട്ട് പമ്മി പതുങ്ങി അകലേന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വരട്ടെ. അപ്പോൾ ഞാൻ ഈ കാച്ചിലെടുത്തും കഴിഞ്ഞിട്ട് ഈ കുഴിയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുഴിയിലേക്ക് വെക്കുന്നതും കൂടി കണ്ടപ്പോൾ എന്താണ് ഈ കുഴിയിലേക്ക് വെക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ CID മൗഗ്ലിയാണ് ആള്. അപ്പോൾ ഞാനിങ്ങോട്ടൊന്ന് നീങ്ങി നിന്നു. കാരണം അവനിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണല്ലോ. അപ്പം ഞാൻ നീങ്ങിയപ്പോൾ കണ്ട എന്താണ് ഈ കുഴിയിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാച്ചിലിനാണെങ്കിൽ ചുറ്റും പേരൊക്കെ വന്നിട്ട് ആർക്കും മനസ്സിലാവില്ല ഇത് എന്ത് രൂപമാണ്. അപ്പോൾ ഈ കൊച്ചിങ്ങനെ നല്ല പോലെ മണപ്പിച്ചും ചുറ്റി നടന്നൊക്കെ ഇതെന്താണെന്ന് നോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അധികം നോക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ ആ കുഴിയൊക്കെ മൂടിയിട്ടു കേട്ടോ. ഇനി ഉണ്ടല്ലോ കോഴിക്കൂടിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു കർട്ടനൊക്കെ വെക്കാറുണ്ട്. എങ്ങാനും മഴയൊക്കെ ചാറി കാറ്റൊക്കെ വീശിയാൽ അവർക്ക് തണുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ പറയും, പിന്നെ കോഴികൾക്ക് നല്ല തൂവലൊക്കെ ഉണ്ട്, നീ ഇങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോഴിമക്കളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോകുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ പ്ലാവില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലാവിലെയാണ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചിട്ടാലും വൈകിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കും 10 ദിവസമായി ഇവിടെ മുറ്റടിച്ചിട്ട് എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ ചെയ്യുന്ന പോലെ തന്നെ കുറേ പ്ലാവിലകളൊക്കെ നല്ല പോലെ ഉണങ്ങിയതൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് ഒരു കവറിലാക്കി കഴിഞ്ഞിട്ട് വെച്ചു കേട്ടോ. ബാക്കിയുള്ളതാണ് കേട്ടോ, ഇതധികം ഉണങ്ങാത്തതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് അടിച്ചു കൂട്ടി തെങ്ങിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ കൂട്ടി കഴിഞ്ഞിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് അടിച്ച് മാറ്റുന്നത്.
വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇടൂലേ. പക്ഷേ ഞാൻ പറയാറുണ്ട് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഇലകളൊക്കെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിക്കാനായിട്ട് നല്ല മടിയാണ്. പക്ഷേ നമ്മൾ വീടിൻ്റെ പരിസരവും നല്ല വൃത്തിക്ക് തന്നെ ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉണങ്ങിയ ഇലകളൊക്കെ ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് ഒരു കടലാസിൽ തീ കൊളുത്തി കഴിഞ്ഞിട്ട് ഇതാ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാം അടിച്ച് വാരി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പറമ്പ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര മരങ്ങളുണ്ടോ അത്രത്തോളം നമുക്ക് ഇലകൾ അടിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ നല്ലതാണല്ലേ മരത്തിൻ്റെ ആ ഒരു തണലും, പിന്നെയാണെങ്കിൽ പ്ലാവും നെല്ലിപ്പുളിയും ഇരുമ്പം പുളിയും ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന മരങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അല്ലേ. ഇരുമ്പം പുളി ഇട്ടും കഴിഞ്ഞിട്ട് മീൻ കറിയൊക്കെ വെക്കാനായിട്ട് നല്ല രസമല്ലേ. അതുപോലെ തന്നെയാണ് നെല്ലിപ്പുളി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയൊക്കെ പൊഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ഞാനത് അങ്ങോട്ട് സഹിക്കും കേട്ടോ. അപ്പോൾ ഇരുമ്പം പുളിയുടെ കൊമ്പുകൾ വലുതൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് അധികമായിട്ട് അങ്ങോട്ട് പുളി ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അടിമുടി പൂത്തുണ്ടായേനെ. അപ്പോൾ രാവിലെ വെള്ളം ചൂടാക്കിയ കലമൊക്കെ ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് ഇതാ വെളുപ്പിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മൗഗ്ലി അപ്പുറത്തേക്ക് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവൻ രമേശേട്ടൻ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാനൊരു ഉന്ത് കൊടുത്തു കേട്ടോ. ഓടി ചെല്ലു മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഓടി ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രമേശേട്ടൻ എന്താ നല്ല സ്നേഹത്തിൽ എടുത്ത് താങ്ങിയാണ് വരുന്നത്. എന്താ ഒരു സ്റ്റൈലെന്നറിയുമോ. ഇനി ഞാൻ എന്താ രാത്രിക്ക് വേണ്ടിയിട്ടൊരു കറി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയും കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തും കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നേ ഇല്ല കേട്ടോ. കാരണം ഈ കറി മഞ്ഞ നിറത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർക്കാത്തത്. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകാണ് നമ്മളിങ്ങനെ കീറിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റുന്നത്. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ നാളികേരം അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു കളറായിട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടിയൊന്നും പോകണ്ട, മഞ്ഞളിൻ്റെ കുത്തായിട്ടൊന്നും വേണ്ട, കാണാനൊരു ഭംഗിക്കുള്ള ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അരപ്പിൽ തന്നെ ഞാൻ അതിൽ വേപ്പിലയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ വേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടായിരിക്കും. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കുറുകി തിളച്ചങ്ങോട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ എണ്ണ തെളിയണം, അപ്പോൾ കറിയായിരിക്കും. അപ്പോൾ നല്ല ഒരു കറിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. പിന്നെ ഇതാ നമ്മുടെ കോഴിമക്കൾ ഇങ്ങനെ നമ്മുടെ ഗ്രോ ബാഗുകളിലെ ചെടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. കൊത്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിന്ന് നോക്കിയിട്ടാ. അപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. അവർ ആ അവസ്ഥയ്ക്കൊന്നല്ല അങ്ങനെ നോക്കുന്നത്. പിന്നെ ഞാൻ എന്താ ഡ്രസ്സൊക്കെ കുതിർത്തൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമായി അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ അതാ ഒന്ന് കുത്തിത്തിരുമ്പിയൊക്കെ നമ്മൾ ഇടാണ് കേട്ടോ. അങ്ങനെ കുട്ടി അലക്കാൻ പറ്റുന്ന തുണികളൊന്നും ഇല്ല. അപ്പോൾ അത് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കുത്തിത്തിരുമ്പി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല മഞ്ഞും കുളിരും ഒക്കെ ഉള്ളൊരു കാറ്റൊക്കെയാണ് കേട്ടോ രാത്രിയും. അതുപോലെ തന്നെ വെളുപ്പിനാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. എഴുന്നേൽക്കാനും ഒന്നും തോന്നില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു പോളിസി ഉണ്ടല്ലോ, നേരത്തെ എഴുന്നേറ്റാലാണ് നേരത്തെ ജോലികളൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അലക്കിയൊക്കെ ഇട്ട് കഴിയാണ്. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലെ നമ്മുടെ എന്താ പറയുക പാചകം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമുള്ള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സുകളും കൂടി ഒന്ന് കഴുകിയൊക്കെ ഇട്ടാൽ മതി. ഇതിനിടയ്ക്ക് എനിക്ക് ബ്രെഡ് മുട്ടയും പാലൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതൊക്കെ കഴിക്കാനായിട്ട് തന്നു കേട്ടോ. അതുപോലെ തന്നെ ചിഞ്ചു ജ്യൂസ് ഉണ്ടാക്കിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജോലികൾക്കിടയിലൊക്കെ നമ്മൾ കുടിക്കാനും അതുപോലെ കഴിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെയൊക്കെ അത് ബാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ കർട്ടനൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വൈകിട്ടായപ്പോഴേക്കും നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ ലാഡർ വെച്ചും കഴിഞ്ഞിട്ട് അത് ആ കർട്ടനൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മുറുക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ലാഡർ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും മാറാലിയോ അല്ലെങ്കിൽ മുകളിൽ വല്ല കബോർഡിലൊക്കെ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനും മറ്റുമൊക്കെ ആരുടെ സഹായവും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ലാഡർ വളരെ നല്ലതാണ് കേട്ടോ.
നമ്മുടെ വീട്ടിലെ ഫാൻ തുടയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റാനോ ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ നമ്മൾ സ്വയം ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ സ്വയം ജോലി ചെയ്യാനായിട്ട് പ്രാപ്തമാവുക എന്ന് പറയുന്നത് അത് ആണ് ഏറ്റവും വേണ്ടത്. ഒരു അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ടുന്നത് തന്നെ അതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു ലാഡറൊക്കെ വാങ്ങി വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നീടല്ലോ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു റൂമാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഹോളാണ് കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ ഉണങ്ങി ഇങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ഹോളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ദിവസം മറ്റൊരു റൂം അങ്ങനെ അങ്ങനെ നമുക്ക് വീട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മടിയുള്ളവർക്കും അതുപോലെ തന്നെ അധികം ആരോഗ്യമില്ലാത്തവർക്കും ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. വലിയൊരു വഴുതനങ്ങ. പിന്നെ ഇതൊരു വെള്ള വഴുതനങ്ങയായിരുന്നു കേട്ടോ. പക്ഷെ അത് മഞ്ഞച്ചപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് നമുക്ക് ഫ്രണ്ട് തന്നതാണ് കേട്ടോ, ഈ 2 ചെറുനാരങ്ങയും. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ആക്കി കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തണുത്ത കാറ്റൊക്കെയാണ് വീശുന്നത്. ഇനി രാത്രിയിൽ ഫുഡൊക്കെ കഴിക്കണം. അതുപോലെ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും വെള്ളത്തിലൊക്കെ ഇടാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വീടൊക്കെ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജോലികളെല്ലാം കഴിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് കമൻസൊക്കെ എഴുതുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മുത്തും ചിഞ്ചും കൂടി വരച്ച പിക്ചറുകളാണ് കേട്ടോ. ഈ വീട്ടിൽ ഹാളിൽ മാത്രമല്ല പല റൂമുകളിലും അവർ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം.